ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി എന്നുള്ളൊരു സെഷനാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം കാസ്റ്റ്, ക്ലാസ് അല്ലെ, നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജി, ഇൻഡോളജിയിലെ നമ്മുടെ ഫോറിനേഴ്സ് നമ്മളെ ഒബ്സർവ് ചെയ്തതും ബുക്ക് രചിച്ചതും ഓരോ ഗ്രന്ഥത്തിലും നമ്മളെപ്പറ്റി പരാമർശിച്ചതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോടനുബന്ധിച്ചുള്ള വേറൊരു ഒബ്ജക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള വേറൊരു പാർട്ടാണ് വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി. നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമാണ്. കൂടാതെ നമ്മൾ ട്രൈബ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ല. മിസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ട്രൈബ്സ് നേരിടുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം അവർക്ക് ഫോറസ്റ്റ് നശിപ്പിക്കുന്നതും അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഫോറസ്റ്റിലെ അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് അനുവദിച്ചിട്ടുള്ള ഭൂമി, ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഭൂമി ഇവർക്ക് കിട്ടാതെ പോകുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും നേരിടുന്നുണ്ട്, നമ്മുടെ ട്രൈബ്സ് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലൊരു പോയിന്റ് ജസ്റ്റ് മിസ് വായിച്ചുതരാം. ദെൻ the loss of land and life post independence India, the decade following independence were decades Indian development of planning India. The tribes lost their organized tribal communities from development through the agenda of national building centers of industrial urbanization നഗരവൽക്കരണത്തോടനുബന്ധിച്ചിട്ടാണ് അവർക്ക് കൂടുതൽ അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഇതിനെ ബാധിച്ചത്. അതായത് the accompanied of process was a large industrial complex and infrastructure opening of my forest for market over exploitation natural resources to safely and expanding urban industrial demands of tribal inhabitant areas. ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ട്രൈബലിൻ്റെ ഏരിയയാണ് അല്ലേ. നമുക്കറിയാം കാടുകളിലാണ് അവരധികവും താമസിക്കുന്നത്. അവർക്ക് ഫ്രീഡായിട്ട് നടക്കാനും അവരുടെ കുടിൽ കെട്ടി താമസിക്കുന്ന ഒരു ഏരിയ കാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഫോറസ്റ്റൊക്കെ കുറയും. അതൊക്കെ പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ കാട് കുറവായിരിക്കും. ബിൽഡിങ്ങും ആൻഡ് പുതിയ നെൽവയലുകളൊക്കെ നികത്തി ബിൽഡിങ് വരിക, പുതിയ കമ്പനികൾ, ഫാക്ടറീസൊക്കെ വരിക. അതൊക്കെ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അതുകൊണ്ട് എന്തുണ്ടാക്കും, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പം കറക്റ്റ് ലാൻഡ് നഷ്ടപ്പെടുന്നത് ആർക്കാണ്? നമ്മുടെ ട്രൈബ്സിനാണ്. അപ്പം അങ്ങനെയാണ് വരുന്നത്, നമ്മളെ ലോസ് ഓഫ് ലാൻഡ് എന്നുള്ള പോയിന്റിലേക്ക് വരുന്നത്. ദാറ്റ് സിറ്റുവേഷൻ ഓഫ് നോർത്ത് ഈസ്റ്റ് ട്രൈബൽ ഓഫ് but differs from the of central southern India, expert Tripura, Assam, Manipur. ഇവിടെയൊക്കെ എന്തുണ്ട്, കാടുണ്ട്, ഫോറസ്റ്റ് ഏരിയ, ലാൻഡ് ഉണ്ട്, അവിടെ ഇവർ താമസിക്കുന്നു. Although the more recent times alienation of land and other resources are occurred, but it's are not tribal in this region according to Patti control the resources of their survival. The tribals are the majority of Arunachal Pradesh, Nagaland and Mizoram and Meghalaya. They struggled here also, but they have little to do with land alienation of exploitation of resources by state. They focus more of their political involvement. അപ്പോൾ അവർ കൂടുതൽ ഇനി എന്ത് ചെയ്യണം, രാഷ്ട്രീയപരമായി ഇടപെട്ടാൽ മാത്രമേ അവർക്ക് അവരുടെ കൺസേൺ, അവരുടെ എന്തെങ്കിലും കൺസെഷനൊക്കെ കിട്ടുള്ളൂ. കാരണം മേഘാലയ, ഇതിൽ മിസ് വായിച്ചില്ലേ, മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നീ ഭാഗങ്ങളിലൊക്കെ ആദിവാസികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ അവകാശങ്ങൾ ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് ലാൻഡ് ഡീഫോറസ്റ്റേഷൻ, അതായത് മരം വെട്ടി നശിപ്പിക്കാതെ ഫോറസ്റ്റായി തന്നെ അവർക്ക് അവരുടെ ലാൻഡ് തിരിച്ചു കൊടുക്കണം, അവർ ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, റെഗുലേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ് എന്താണ്? ദേ ആർ ബി ദ ലേറ്റ് ആൻഡ് ഗ്രോയിങ് അവയർനെസ് ഓഫ് ദെയർ എൻവയോൺമെൻറ്റ് പ്രോബ്ലം ഫേസിങ് ദ കൺട്രി, എസ്പെഷ്യലി ദ ഡിസ്പെക്ട് അവർ ഫോറസ്റ്റ് റിസോഴ്സ്. എൻവയോൺമെൻറ്റൽ, നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ സംരക്ഷിക്കുക. എൻവയോൺമെൻറ്റൽ പരിസ്ഥിതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഫോറസ്റ്റ്. അവിടെയുള്ള ആളാണ് ട്രൈബ്സ്. The protect the tribes, the conflict of tension of growing among the tribal groups because the lack of actual resources and power. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രൈബ്സിനെ സംരക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്, the previous unit you had learned about the distinctive characteristics of tribe in India. We described the socio-economic condition or the changing livelihood in the tribals in India. Here the unit we will explain the different aspects of village, rural society in towns and cities. Rural society in the towns and cities നെ പറ്റിയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. The village and town city categories a human settlement. നമുക്കറിയാം മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ രണ്ട് കാര്യങ്ങളാണ് എന്ത്, വില്ലേജ് ആൻഡ് ടൗൺ, സിറ്റി.
ഓക്കെ, ദീസ് കാറ്റഗറീസ് ആർ ഡിപ്പെൻഡ് ഈച്ച് അതർ ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പർപ്പസസ്. ഇവർ ഈ വില്ലേജും സിറ്റിയും തമ്മിൽ എപ്പോഴും റിലേറ്റഡ് ആണ്. ഏതൊക്കെ ബന്ധനത്താലാണ്? പൊളിറ്റിക്കൽ പർപ്പസ് കൊണ്ടും സോഷ്യൽ പർപ്പസ് കൊണ്ടും എക്കണോമിക് പർപ്പസ് കൊണ്ടും ഇവരെപ്പോഴും എന്താണ്? റിലേറ്റഡ് ആണ്. Very often people from village migrate to towns and cities searching a new livelihood and occupation. The villagers sell their agricultural products nearby towns and cities by essential commodities which they cannot grow and produce themselves. Villagers എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്റ്റും അഗ്രികൾച്ചർ കിട്ടുന്ന കമ്മോഡിറ്റി ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവരെന്ത് ചെയ്യുന്നു? എവിടെ കൊണ്ട് വിൽക്കുന്നു? സിറ്റീസിൽ. അപ്പോൾ സിറ്റിയും വില്ലേജും തമ്മിലൊരു അഗാധമായ വേറൊരു റിലേഷൻ കൂടിയുണ്ട്. ഇവരെന്താണ്? കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, ബിസിനസ്. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഫുഡ് ഗ്രെയിൻ ആൻഡ് മിൽക്ക് ഹ്യൂമൻ ലേബർ. ദ പോയിന്റ് ഓഫ് മെൻഷൻ ഹിയർ ദ വില്ലേജ് ടൗൺ ആൻഡ് സിറ്റീസ് പ്രൊഡ്യൂസ് ദെയർ ഫർണിഷ്ഡ് ഗുഡ്സ് ആൻഡ് വിച്ച് നീഡ് ഹയർ ടെക്നോളജി ഓർഗനൈസേഷൻ. ഓക്കെ, അവിടെ എല്ലാം ഗുഡായ പാല്, മിൽക്ക് ആൻഡ് ദർ ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. വില്ലേജ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് വില്ലേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? മെജോറിറ്റി പോപ്പുലേഷൻ ലിവ്സ് ഇൻ റൂറൽ ഏരിയാസ്. അധികം ആളുകളും താമസിക്കുന്നത് ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലായിരിക്കും. According to 2011 census, the country have 640 and 887 villages. Most of these villages have been 1,000 residents. It is important mention have been that even recent more than 90%. ബിക്കോസ് ആണ് ഇന്ത്യ ഹാസ് എ കൺട്രി ഓഫ് വില്ലേജ്. എങ്ങനെ നോക്കാം? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ത്യ ഹാസ് എ കൺട്രി ഓഫ് വില്ലേജ്. ഇന്ത്യ ഗ്രാമങ്ങളാൽ സമ്പുഷ്ടമാണ്, അല്ലേ? ഇന്ത്യ ഗ്രാമങ്ങളാൽ പരിപൂർണമാണെന്ന് പറയാം. ആസ് വില്ലേജ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് റൂറൽ സൊസൈറ്റി. വില്ലേജ് എന്താണ്? ദ ബേസിക് unit of rural society, and majority of Indian population is living in rural areas. To have better understanding of Indian society, it is imperative to explain your basic characteristic of Indian village. Okay, the issue of village autonomy. എന്താണ് village autonomy issue? In the early periods of the colonial rule in India, the studies of Henry Maine, the Charles, ഇവരൊക്കെ എന്നാൽ ഇഷ്യൂസ് ഓഫ് വില്ലേജ് ഓട്ടോണമിയെ പറ്റി പഠിച്ച തത്വചിന്തകരാണ് ചാൾസ് മെറ്റകാഫ് ആൻഡ് ബാഡൻ പോൾ. ഓക്കെ, recent historical, autographical and sociological and anthropological and recent historical and sociological studies have however shown that Indian village was hardly a republic. It was self-sufficient ആണ് and is a wider society of migration. വില്ലേജിൽ എന്താണ്? ധാരാളം മൈഗ്രേഷൻ വന്നു and it's never self-sufficient. എന്തല്ല? എന്താ പറയുക? അത് എന്തല്ല? സ്വയം പര്യാപ്തമല്ല. ഓരോ വില്ലേജസും സ്വയം പര്യാപ്തമല്ല. പല കാര്യങ്ങളിലും എന്തുണ്ട്? അവർക്ക് ലോസാണ്, നഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, വില്ലേജ് ആൻഡ് ദ സോഷ്യൽ സ്ട്രക്ചർ. ഫാമിലി ഓഫ് റൂറൽ ഏരിയ. നമുക്കറിയാം വില്ലേജിൽ എന്തുണ്ട്? ഫാമിലി ഉണ്ടാവും. ഫാമിലി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് rural society. Family is the most very important section of rural society. Needs of perform function which are essential for continuity integration. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ദെൻ ദ ജാജ്മാണി സിസ്റ്റം. എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജ് ലൈഫ് ഇന്ത്യ ഈസ് ജാജ്മാണി സിസ്റ്റം. വേരിയസ് സോഷ്യോളജിസ്റ്റ്, അതായത് നമ്മുടെ റൂറൽ ഏരിയയിലൊരു സിസ്റ്റമാണ് ജാജ്മാണി സിസ്റ്റം. ഇറ്റ്സ് റെഫേഴ്സ് ഫോർ റിലേഷൻഷിപ്പ്. ഇൻ ഫാക്ട് ജാജ്മാണി സിസ്റ്റം അണ്ടർ ദി സിസ്റ്റം കാസ്റ്റ് ഓഫ് അതർ സെർവിങ് ദ കാസ്റ്റ് ഏൺ പെയ്ഡ് ബോത്ത് ഓഫ് ക്യാഷ് ആൻഡ് കൈൻ പാറ്റേൺ. അതൊരു കാസ്റ്റാണ്, ഒരു കാസ്റ്റ് ബേസ്ഡ് വില്ലേജിലെ സിസ്റ്റമാണ് ജാജ്മാണി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എസെൻഷ്യലി ഓപ്പറേറ്റ് ദ ഫാമിലി ലെവൽ. രജപുത് ഫാമിലി. Jajmani system also possesses the elements of dominance and exploitation and conflict. Dominance of exploit conflict ഒക്കെ അതിലുണ്ടാവാറുണ്ട്.